ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ്. ഇത് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് കാണണേ. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ, ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് 3 മിനിറ്റ് മുതൽ 5 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില പൊടി പൊടിയായി അരിഞ്ഞത്, പിന്നെ 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡറുമാണ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ്, 2 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 കപ്പ് അരിപ്പൊടി, 1 കപ്പ് വെള്ളം, ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൊടി പൊടിയായി 2 കറിവേപ്പില വേണം. സീസണിങ് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഒരു 4 പച്ചമുളക് നടുവേ പിളർന്നത്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് മുളക് പൊടി ഇടാം, ഗരം മസാലപ്പൊടി ഇടാം, പൊടി പൊടിയായി അരിഞ്ഞ നമ്മുടെ കറി ലീഫ് ഇടാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം, വിനാഗിരി ഒഴിക്കാം, നമുക്ക് അരിപ്പൊടി ഇടാം, ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം, ചില്ലി സോസ് നമുക്ക് ചേർക്കാം, സോയാ സോസ് ചേർക്കാം, സോയാ സോസിനൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ കേട്ടോ. ആദ്യമേ തന്നെ കുറേ ചേർക്കരുതേ. നമുക്ക് ഉപ്പ് ചേർക്കാം, കുറച്ച് ഉപ്പ് ചേർക്കാം, പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ കോളിഫ്ലവറിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മസാലയെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കാം, ഈ ഭാഗത്ത് നമുക്ക് കോളിഫ്ലവറിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓയിൽ സ്റ്റവ് വയ്ക്കാം, എന്നിട്ട് നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം. അപ്പം സ്റ്റവ് ഓൺ ചെയ്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ചിട്ടാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ ഇത് ഇറക്കാൻ പാടുള്ളൂ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ ഓരോ പീസായിട്ട് ഇടാം. ഞാൻ കോൺഫ്ലവർ ചേർക്കാൻ ഞാൻ വിട്ടുപോയിരുന്നു. ഞാൻ 2 സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്തു. കോൺഫ്ലവർ ചേർത്ത് നമുക്ക് ചെയ്യാം.
ഇത് നമുക്ക് നല്ല ഇളക്കിയിടാം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് കോരാം. ഇതുപോലെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കോളിഫ്ലവർ മുഴുവൻ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മൾ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്ത എണ്ണയെ കൂട്ട് നമ്മൾ ഇതിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കീറി വെച്ചിരിക്കുന്ന മുളകും അതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം, ഗാർലിക്കും അതൊക്കെ. ഇതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ നമുക്ക് അതിനകത്തോട്ടിടണം. അങ്ങനെയാണ് അതിൻ്റെ അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നല്ലതായിട്ട് വരുന്നത് കേട്ടോ. നമുക്ക് ഗാർലിക് ഇടാം. നമുക്ക് പച്ചമുളക് ഇടാം. നമുക്ക് കറിവേപ്പില ഇടാം. ഇതിനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പിടാം. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഷുഗർ ചേർക്കാം. 1 പിഞ്ച് ഷുഗർ ചേർക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലോട്ടിടാം. ഇട്ട് മിക്സ് ചെയ്തെടുക്കാം.
അപ്പം ഇതിലോട്ടെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എരിവൊക്കെ കുറച്ച് മതിയാകുന്നവർ പച്ചമുളകൊക്കെ കുറച്ചിട്ടാൽ മതി കേട്ടോ. അതുപോലെ ചില്ലി സോസും കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒരു സ്റ്റാർട്ടറായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.